കൊല്ലം കൊട്ടാരക്കരയിൽ ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപികയെ തടഞ്ഞ സംഭവത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെ പിരിച്ചുവിട്ടു. പോലീസ് കേസെടുത്തതിനു പിന്നാലെയാണ് മാനേജ്മെന്റ് നടപടി സ്വീകരിച്ചത്. വിവരങ്ങളുമായി ഷമീർ ചേരുന്നുണ്ട്. ഷമീർ, ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ പിരിച്ചുവിടുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? ഒരു മാനേജ്മെന്റ് സ്കൂളാണ്. അപ്പോൾ ഈ സ്കൂളിലാണ് ഇന്നലെ ഈ സംഭവം നടന്നതും ഈ അധ്യാപിക സ്കൂളിന്റെ ഗേറ്റിന് മുമ്പിലേക്ക് എത്തുകയും ചെയ്തത്. അപ്പോഴാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നത് അകത്തേക്ക് പ്രവേശനം അനുവദിക്കാൻ പാടില്ല, കാരണം നിങ്ങൾ ചുരിദാർ ധരിച്ചുകൊണ്ട് വന്നത് കാരണം സ്കൂൾ മാനേജർ നിങ്ങളെ സ്കൂളിനകത്തേക്ക് പ്രവേശിപ്പിക്കേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ള വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നു. ഇതിനുശേഷം പോലീസ് എത്തിയാണ് ഇവരെ സ്കൂളിൽ പ്രവേശിപ്പിക്കുകയും മാനേജർ നിഷേധിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഇവരുടെ പരാതിയിൽ പോലീസ് ഈ സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ കേസെടുത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാരെ പുറത്താക്കിയ ശേഷം ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ ഉടമസ്ഥയെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി എന്നാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞത്. സ്കൂൾ മാനേജറുടെ പേരിൽ നിലവിൽ ഇതുവരെയും കൊട്ടാരക്കര പോലീസ് കേസെടുത്തിട്ടില്ല. അതായത് ഷമീർ, ഒരു വ്യക്തത, കേരളത്തിൽ തുടച്ചു നീക്കപ്പെട്ട ചില രീതികളാണ് ഇതൊക്കെ. ഈ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന് ഇതിലൊരു പങ്കുമില്ല എന്ന് കാണിക്കാൻ കണ്ണിൽ പൊടിയിടുന്ന തീരുമാനമാണോ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെതിരെ നടപടിയും അതിനുശേഷം അവരുടെ തന്നെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അതായത് ഇത് മാധ്യമങ്ങൾക്ക് മുമ്പും പൊതുസമൂഹത്തിന് മുമ്പിലും ഒരു നടപടി എന്ന പേര് വരുത്താൻ വേണ്ടി മാത്രമാണ് സെക്യൂരിറ്റി ജീവനക്കാരനെ പുറത്താക്കി എന്ന് പറയുന്നത്. നിലവിൽ അവരുടെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടെന്ന് സ്വാഭാവികമായും ഈ സംഭവത്തിൽ നമ്മൾ മാനേജറുടെ പേരിൽ എന്തുകൊണ്ട് കേസെടുത്തില്ല എന്ന് കൊട്ടാരക്കര പോലീസിനോട് ചോദിച്ചു. മാനേജറുടെ പേരിൽ കേസെടുക്കും, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കൊട്ടാരക്കര പോലീസിന്റെ നിലവിലെ വിശദീകരണം. ശരി, വ്യക്തമാണ്. ഷമീറാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കൊട്ടാരക്കരയിൽ ചുരിദാർ ധരിച്ചെത്തിയ അധ്യാപിക തടഞ്ഞ സംഭവത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരനെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. മാനേജ്മെന്റിന്റെ നിർദ്ദേശപ്രകാരമാണ് അത് ചെയ്തതെന്നാണ് നേരത്തെ വിവരങ്ങൾ പുറത്തുവന്നത്.